നമ്മുടെ നാട്ടിലെ വിലയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പ്രൈസുമാണ് നോക്കുന്നത്. ദുബൈയിലൊക്കെ ഐഫോൺ എത്ര വിലക്കുറവിൽ കിട്ടും എന്നുള്ളത്. ഏകദേശം 50,000 രൂപ വരെ നമുക്ക് ഈ ഒരു വിലയിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ടാക്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടിയാണ് ഇത്രയും വിലയിൽ വ്യത്യാസം വരാൻ കാരണം. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഐഫോണൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതായത് പൈസ ഉണ്ടായിട്ട് വാങ്ങിക്കുന്നതല്ല, ഐഫോൺ എടുക്കണം എന്നുള്ള ആഗ്രഹിച്ച് വാങ്ങിക്കുന്നവരുണ്ടാവും. അവർക്കുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ ആരെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം അത് നമ്മളൊരിക്കലും പ്രൊമോഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. കാരണം ഇത്രത്തോളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാം, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കുന്നവരുണ്ടാവും, പൈസ കുറവുള്ളവർ. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്കാട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഐഫോൺ 12 Pro Max ആണ്. 128 GB ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് TRA വെർഷനായ മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന വെർഷനാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രൈസും ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം പ്രൈസ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് ഫ്ലിപ്കാർട്ടിലെ റേറ്റ് ആണ്. ഫ്ലിപ്കാർട്ടിലെ റേറ്റ് ഏകദേശം വരുന്നത് 12 Pro Max ബ്ലൂ കളറിന് വരുന്നത് 1,25,900 രൂപയാണ്. ഏകദേശം 26,000 രൂപ തന്നെയാണ്. 100 രൂപ മാത്രമാണ് ഡിഫറൻറ്റ് വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രൈസാണ്. ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 4,000 റിയാലാണ്. 4,000 അതുപോലെ തന്നെ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും. ഒരു 4,100 അങ്ങനെ ഒരു ഡിഫറൻറ്റ് മാത്രമാണ് വരുന്നത്. അത് ഓഫർ പ്രൈസിലൊക്കെ ആണെങ്കിൽ 4,000 തന്നെ കിട്ടും നിങ്ങൾക്ക്. ഇതിൻ്റെ പ്രൈസ് 4,000 ആണ്. 4,000 വെച്ച് കൂട്ടുവാണെങ്കിൽ നമുക്ക് നാട്ടിലെ പ്രൈസുമായിട്ട് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഇവിടുത്തെ ഒരു റിയാൽ എന്ന് പറയുന്നത് 20 രൂപയാണ് നാട്ടിൽ. അപ്പോൾ നാട്ടിലെ പ്രൈസ് വരുന്നത് നമുക്ക് 4,000 റിയാലിന് 80,000 രൂപയാണ് നാട്ടിലെ പ്രൈസ് ഉണ്ടാവുക. രൂപയാണ്. 1,26,000 നമുക്ക് മൈനസ് 80 അടിച്ചാൽ ഏകദേശം 46,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഒരു ഫോണിൻ്റെ പ്രൈസിൽ. ഇത്രയും വ്യത്യാസം നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് ടാക്സൊക്കെ ആണ് ഇന്ത്യയിൽ ടാക്സൊക്കെ കൂടുതലാണെങ്കിലും ഇത്രത്തോളം ഒരു ഡിഫറൻ്റായിട്ട് ആയിരിക്കും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് ഐഫോൺ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നാട്ടിൽ നിന്ന് ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ 46,000 രൂപ കൂടുതൽ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കാര്യം ഐഫോൺ 12 Pro Maxൽ മാത്രമല്ല, വ്യത്യാസങ്ങൾ വരുന്ന ഫോണുകളുണ്ട്. അതായത് പ്രൈസിൽ വലിയൊരു ഡിഫറൻറ്റ് വരാത്ത ഏകദേശം ഒരു 10,000 ഒക്കെ താഴെ വരുന്ന ഡിഫറൻറ്റ് വരുന്ന മോഡൽ എന്ന് പറയുന്നത് iPhone 11 ആണ്. അതുപോലെ തന്നെ ഐഫോണിൻ്റെ XR ആണ്. ഇന്ത്യയിൽ പ്രൊഡക്ഷനുള്ള കുറച്ച് മോഡൽ ഫോണുകൾക്ക് ഇന്ത്യയിൽ വാങ്ങിക്കുമ്പോൾ അത്രത്തോളം പ്രൈസിൽ വ്യത്യാസം വരില്ല. എങ്കിൽ ഈ ഒരു പ്രോ മോഡലൊന്നും നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ഡിഫറൻറ്റ് വരുന്നുണ്ട്. XR-ഉം 11-ഉം അതൊക്കെ ഏകദേശം ഇവിടുത്തെ പ്രൈസുമായിട്ട് നോക്കുവാണെങ്കിൽ വലിയൊരു ഡിഫറൻറ്റ് ഇല്ല. എന്നാലും ഇന്ത്യയിൽ കൂടുതലാണ്. അത് നമുക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേങ്കിൽ ഇത്രയൊക്കെ ഡിഫറൻറ്റ് തോന്നുമ്പോൾ അതായത് പ്രോ മോഡൽ ഒരു 50,000 അല്ലെങ്കിൽ 20,000 നമുക്ക് വേണമെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അത്രയും പ്രൈസിൽ ഡിഫറൻറ്റ് വരുന്നുണ്ട്.